എംഫാം പൂർത്തിയാക്കിയതിനു ശേഷം സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന സിസ്റ്റർ ഡിൻഡുവിന്റെ ദൈവിളി അനുഭവം ഈ ആഴ്ച ചർച്ച് ബീറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. മകൾ സന്യാസ ജീവിതം തെരഞ്ഞെടുക്കുകയാണ് എന്ന് മാതാവിനെ അറിയിച്ചപ്പോൾ മകളുടെ ഫോട്ടോ മാട്രിമോണിയിൽ വിവാഹ പരസ്യത്തിനായി നൽകിയാണ് മകളുടെ ദൈവിളിയോട് അമ്മ ആദ്യം പ്രതികരിച്ചത്. ചെറുപ്പം മുതലേ വിശുദ്ധിയായ സന്യാസിനിയായി ക്രിസ്തുവിനും അവന്റെ സഭയ്ക്കുമായി ശുശ്രൂഷ ചെയ്യണമെന്നതായിരുന്നു തന്റെ ആഗ്രഹമെന്നും സിസ്റ്റർ ഡിൻഡു ഷെക്കേന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു. എനിക്ക് ചെറുപ്പം തൊട്ടേ ഈശോയെ സ്നേഹിക്കണം അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു പോംവഴി ഉണ്ടായിരുന്നത് എന്നെ തന്നെ സമർപ്പിക്കുക, ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് സന്യാസത്തിലേക്ക് വരാനുള്ള ഒരു വിളി കിട്ടിയത്. 10th കഴിഞ്ഞപ്പോഴാണേലും വരാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും പപ്പ ആ സമയത്താണ് മരിക്കുന്നത്. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് പപ്പ മരിച്ചു. അപ്പോൾ ഞാൻ ആ സമയത്ത് വന്നു കഴിയുമ്പോൾ ഒന്ന് മമ്മി തന്നെയാവും, പിന്നെ തന്നെയല്ല എല്ലാവരും വിചാരിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്, പപ്പ മരിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ, ഒരു പെങ്കൊച്ചാണ് എങ്ങനെയാണെന്ന് ഓർത്തിട്ടായിരിക്കാം വന്നേ, അങ്ങനത്തെ ഒരു ഇതിലേക്ക് വരാനുള്ള ചിന്ത, മറ്റുള്ളവരുടെ ചിന്ത പോകാൻ. അപ്പം അവിടെ നമ്മുടെ ദൈവവിളിയുടെ ഒരു ശ്രേഷ്ഠത മറ്റുള്ളവർക്ക് മുമ്പിൽ കുറയുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അന്നേരം അവിടെ വെച്ച് ഞാൻ അതും ക്യാൻസൽ ചെയ്ത് 10th ക്ലാസ് കഴിഞ്ഞിട്ടും അതും മാറ്റിവെച്ചു. 26ാമത്തെ വയസ്സിലാണ് എംഫാം പഠനം പൂർത്തിയാക്കി ഡിൻഡു ഗ്രാനായ സമുദായത്തിന്റെ കോട്ടയം അതിരൂപതയുടെ കീഴിലുള്ള സെന്റ് ജോസഫ് സന്യാസിനി സമൂഹത്തിലേക്ക് കടന്നു വരുന്നത്. മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ഓഫ് ഫാർമസിയിൽ നിന്ന് ബിഫാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് സന്യാസിനിയാകണമെന്ന ആഗ്രഹം ഡിൻഡു തന്റെ വീട്ടിൽ അറിയിക്കുന്നത്. സന്യാസിനിയാകണമെന്ന ആഗ്രഹത്തോട് എല്ലാവരും ആദ്യം എതിർപ്പറിയിച്ചുവെന്നും മാതാവ് തന്റെ ഫോട്ടോ മാട്രിമോണിയിൽ കൊടുത്തുവെന്നും സിസ്റ്റർ ഡിൻഡു പറയുന്നു. ബിഫാം കഴിഞ്ഞിട്ട് ഞാൻ മടത്തി പോവാന്ന് പറഞ്ഞപ്പം മമ്മി പിറ്റേ ദിവസം മാട്രിമോണി കൊണ്ട് പേര് ചേർത്തു. അപ്പോൾ ഇഷ്ടംപോലെ ആലോചനകൾ ഒരുപാട് വന്നു. മമ്മി തന്നെ അതിന് മറുപടി പറഞ്ഞു. അപ്പോൾ മമ്മി നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ മാക്സിമം നോക്കിയിട്ടും ഞാൻ സമ്മതിക്കുന്നില്ലാത്തത് കൊണ്ട് പിന്നെ മമ്മി അത് വേണ്ടാന്ന് വെച്ചു. എനിക്ക് മടത്തി പോകണം, അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മമ്മി മാട്രിമോണിയിലിട്ടത്. അപ്പോഴത്തേന് ഞാൻ മമ്മിയോട് തന്നെ പറഞ്ഞു, ഞാൻ സമ്മതിക്കില്ല, മമ്മി എന്നാ പറഞ്ഞാലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അതിന് വിളികളൊക്കെ വരുമ്പോഴത്തേനും മമ്മി തന്നെ അത് മാനേജ് ചെയ്തു. ബിഫാമിൻ്റെ ജോയിൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പള്ളിയിൽ പോയി, ഹോസ്റ്റലിലാണ്, സിസ്റ്റേഴ്സിൻ്റെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ പള്ളിയിൽ പോയിട്ട് പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഈ വർഷങ്ങളിൽ ഒന്നെനിക്ക് വിളി കൺഫേം ചെയ്യണം, അതുപോലെ തന്നെ ഏത് കോൺഗ്രിഗേഷനിൽ ജോയിൻ ചെയ്യണം എന്നുള്ളതും ഉറപ്പിക്കണം. അപ്പം അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. 4 വർഷം പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവിടെയും നമ്മൾ സിസ്റ്റേഴ്സിനെ നോട്ട് ചെയ്യുന്നുണ്ട്. സിസ്റ്റേഴ്സിൻ്റെ കോൺഗ്രിഗേഷൻ ആയതുകൊണ്ട് അവിടുത്തെ ടൈം ടേബിൾ എങ്ങനെയാണ്, നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ, നമ്മുടെ മനസ്സിലുണ്ട്. ഈ നമ്മളിങ്ങനെ വീട്ടിൽ വളരെ ആഡംബരമായിട്ട് ജീവിച്ച് മഠത്തിൻ്റെ പരിമിതികളിലേക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ, അപ്പം അങ്ങനെയൊക്കെയുള്ള ചിന്തകളുള്ളതുകൊണ്ട് അത് കുറച്ചുകൂടെ ഏജ്ഡ് ആയി കഴിഞ്ഞിട്ട് ഞാനൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അവിടെ വെച്ചും ഞാൻ സിസ്റ്റേഴ്സിൻ്റെ ടൈം ടേബിൾസ് എങ്ങനെയാണ്, അതെനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ, അവരുടെ രീതി എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോഴത്തേക്കും ഞാൻ ഉറപ്പിച്ചു സന്യാസം തന്നെ ആണ് എനിക്ക്. സന്യാസം അല്ലാതെ എനിക്ക് പറ്റുന്നില്ല, അന്നേരത്തേക്കും അത് ഉള്ളിൽ അത്രയും അങ്ങ് കയറിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ സന്യാസമാണെന്നുള്ളത് ഉറപ്പിച്ചു. മഠത്തിൽ ചേരണമെന്നുള്ള ആഗ്രഹം സെന്റ് ജോസഫ് സന്യാസിനി സമൂഹത്തിലെ സന്യാസിനിമാരെ അറിയിച്ചപ്പോൾ അവർ വീട്ടിൽ വന്നുവെന്നും മഠത്തിൽ ചേരുവാൻ സ്വന്തം അമ്മയുടെ അനുവാദം ലഭിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ സന്യാസിനിമാർ പ്രാർത്ഥനയോടെ ഡിൻഡുവിനോട് കാത്തിരിക്കുമെന്ന് പറഞ്ഞ മടങ്ങിപ്പോയെന്നും സിസ്റ്റർ ഡിൻഡു പങ്കുവച്ചു. മമ്മിയുടെ എതിർപ്പ് കാരണം ഞാനെല്ലാം അവിടുത്തെ ജോലി റിസൈൻ ചെയ്തിട്ട് ഇവിടെ വരേണ്ട ഡേറ്റ് തന്നു. എനിക്ക് ഇവിടെ ഇന്ന ഡേറ്റ് വരണം എന്ന് പറഞ്ഞു. ഡേറ്റ് തന്നപ്പോൾ എനിക്ക് ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പിന്നെ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് പാക്ക് ചെയ്തിട്ട് ഇവിടെ വരുന്നതിൻ്റെ ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് ജനറാളമ്മയും കൗൺസിലേഴ്സൊക്കെ വന്നിട്ട് പറഞ്ഞു മമ്മിയുടെ സമ്മതം ഇല്ലാതെ വരണ്ടെന്ന് പറഞ്ഞു. കാരണം ബിക്കോസ് മമ്മി ഒരാൾ തന്നെയല്ലേ, മമ്മി തന്നെ ആയതുകൊണ്ട്, പപ്പ മരിച്ചു പോയതാണ്. അപ്പോൾ അതുകൊണ്ട് മമ്മി തന്നെ ആയതുകൊണ്ട് മമ്മിക്ക് ഭയങ്കര വിഷമമാണ്, മമ്മി ഭയങ്കര കരച്ചിലും ബഹളും. അതുകൊണ്ട് പിന്നെ അത് സമ്മതിച്ചില്ല. എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, പിതാവ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തു. എംഫാം മംഗലാപുരത്താണ് പഠിച്ചത്. എംഫാം കഴിഞ്ഞിട്ട് മമ്മി അന്നേരം വിചാരിച്ചു പുറത്തേക്ക് ഔട്ട് ഓഫ് കേരള ആകുമ്പോഴത്തേക്കും എൻ്റെ ചിന്തകൾക്കും വ്യത്യാസം വരാം, അപ്പോൾ മാറ്റം വരാമല്ലോ, ബാക്കി വേറൊരു ലോകത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ പുതിയ പുതിയ സൗഹൃദങ്ങളും എല്ലാം ആകുമ്പോഴത്തേക്കും ചിന്തകളും എല്ലാം മാറാൻ ചാൻസ് ഉണ്ടെന്ന് മമ്മിയും വിചാരിച്ചു. അങ്ങനെ മമ്മി എന്നെ വിട്ടു. പക്ഷേ എനിക്ക് വലിയ മാറ്റമൊന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചു വന്നപ്പോൾ വീണ്ടും ഞാൻ പോകാമെന്ന് തന്നെ പറഞ്ഞു. 2 വർഷം വെയിറ്റ് ചെയ്തുകൊണ്ട് പിന്നെ ഇവിടുന്ന്
അനുവാദം കിട്ടി പോന്നോളാൻ പറഞ്ഞു. അങ്ങനെ 2016 ജൂലൈ 2 ഞാനിവിടെ ചേർന്നു. ആസ്പിരൻസിയിൽ ഇവിടെ വന്നു ഞാൻ. 2 വർഷം മുൻപ് സന്യാസിനിയാകുവാൻ തീരുമാനിച്ച സമയത്ത് പാക്ക് ചെയ്ത ബാഗ് 2 വർഷത്തിന് ശേഷം സിസ്റ്റർ ഡിൻഡുവിനെ സന്യാസിനി സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ ഡിൻഡുവിന്റെ വീട്ടിൽ പോയപ്പോൾ ആ ബാഗ് അതുപോലെ തന്നെ ഉണ്ടായിരുന്നുവെന്നും ഡിൻഡുവിന്റെ ദൈവവിളി ഉറച്ചതും സഭയ്ക്ക് അനുഗ്രഹമാണെന്നും തങ്ങൾക്ക് ബോധ്യമായെന്നും സന്യാസിനി സഭയുടെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ അനിത എസ് പങ്കുവച്ചു. ഞാനൊരിക്കലും ആ വീട്ടിൽ പോയിട്ടുണ്ട്. വീട്ടിൽ ഞാൻ വരുന്നതിൻ്റെ തലേദിവസമാണ് ചെന്നത്. അപ്പോൾ വീട്ടിൽ അങ്ങനെ അമ്മയ്ക്കൊന്നും അത്ര ഇഷ്ടമില്ല എന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞായിരുന്നു. അപ്പോൾ എന്താ വരുന്നുണ്ടോ, ഇഷ്ടമില്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറയാം എന്നൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ചെല്ലുന്നത്. അന്ന് ഞാൻ കൗൺസിലറായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കൊച്ചിങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക, പോരാൻ വേണ്ടിയിട്ട് ബാഗ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അമ്മയോട് ചോദിച്ചു. അമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ല, ആങ്ങളയ്ക്ക് ഒട്ടും താല്പര്യമില്ല, അങ്ങനത്തെ ഒരവസ്ഥയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മോളെ ഇങ്ങനെ അവർക്ക് ആർക്കും ഇഷ്ടമില്ലല്ലോ, കൊച്ചിങ്ങനെ ഒരു വലിയ എടുത്തുചാട്ടം നടത്തണമോ, നീ ചിന്തിച്ചിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു, അതെ എനിക്ക് പോരാൻ ഇഷ്ടമാണ്, ഞാൻ പോരാൻ റെഡിയായിട്ടായിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളോർത്ത് ഇനി ഇങ്ങനെ ഇളക്കമുള്ള ഒരു ദൈവവിളിയാണെങ്കിൽ വരത്തില്ലല്ലോ, വരേണ്ട ആവശ്യമില്ല, അത് സാരമില്ല, കൊച്ചിന് ഇഷ്ടമുള്ളതുപോലെ തീരുമാനിക്കട്ടെ എന്നൊരു വിചാരം ഞങ്ങൾക്കുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു, വരണ്ട, നീ എംഫാമിന് പൊക്കോളാൻ അതിങ്ങനെ പറഞ്ഞു. ആ ബാഗ് എംഫാം കഴിഞ്ഞ് ചെല്ലുമ്പോഴും ആ ബാഗ് അതേപടി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അത്രയും ആഴമുള്ള ഒരു ദൈവവിളിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. ഞാനത് അനുഭവിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള വിളിയാണ്, ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിളിയാണെന്ന്. കാരണം പല ചാൻസുകളുണ്ട്. പോരാൻ നേരത്തും അമ്മയ്ക്ക് ഇഷ്ടമില്ല, ആങ്ങളയ്ക്കും ഇഷ്ടമില്ല. അപ്പോൾ എങ്കിൽ പോലും ആ കൊച്ച് താൻ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും അങ്ങനെയുള്ളവരുമായിട്ട് ബന്ധപ്പെടാനൊക്കെ സിസ്റ്റർ മനസ്സ് കാണിക്കുകയും തിരിച്ച് വീണ്ടും ആ ബാഗ് തന്നെ റെഡിയാക്കിക്കൊണ്ട് പോരുകയും ചെയ്തത് അതൊരു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണെന്നും ഒരു വലിയ ദൈവവിളിയാണെന്നും ആഴത്തിലുള്ള വിളിയാണെന്നും ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. മംഗലാപുരം ശ്രീദേവി കോളേജ് ഓഫ് ഫാർമസിയിൽ നിന്ന് 2016 എംഫാം പൂർത്തിയാക്കി ആ വർഷം തന്നെ ഡിൻഡു SJC സന്യാസിനി സഭയിൽ പ്രവേശിച്ചു. അഗതി ശുശ്രൂഷാർത്ഥം കോട്ടയം അതിരൂപതയിൽ ആദ്യമായി ആരംഭിച്ച സന്യാസിനി സഭയായ സെന്റ് ജോസഫ് കോൺഗ്രിഗേഷനിൽ 4 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയ ഡിൻഡു 2020 ജൂലൈ 3 കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിൽ സഭാവസ്ത്ര സ്വീകരണവും ആദ്യ വ്രതവാഗ്ദാനവും നടത്തി. സന്യാസ പരിശീലന കാലഘട്ടങ്ങളിലും തുടർന്നും ദൈവാശ്രയ ബോധത്തിലും ആഴമായി മുന്നേറുന്ന ഡിൻഡുവിനെയാണ് തങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളതെന്നാണ് സിസ്റ്ററിന്റെ ബാച്ചുമേറ്റായ സന്യാസിനിമാർക്ക് പറയുവാനുള്ളത്. ഇപ്പം കൂടുതലും തിരക്കാണല്ലോ, പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, അപ്പം തിരക്കുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നന്നായിട്ട് സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളവിടെ ഉണ്ടായിരുന്നു കുറച്ച് നാൾ. അപ്പം നമുക്ക് കാണാം, നമ്മൾ അനീതിമാരെ പോലെ എങ്ങനെയാണോ അതുപോലെ നല്ല സ്നേഹമായിരുന്നു, നല്ല കെയറിങ് ഉണ്ട്. എന്റെ ഏറ്റവും വലിയ ഈ സഹോദരങ്ങളിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന തിരുവചനം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി വചനങ്ങളാലും പ്രവൃത്തികളാലും സദാ സർവേശ്വരന് സ്തുതി പാടുവാനും കരുണാർദ്ര സ്നേഹത്തിന്റെ പ്രേക്ഷിതരാകുവാനും കോട്ടയം അതിരൂപതയിൽ ദേവദാസൻ പൂതത്തിൽ തൊമ്മിയച്ചനാൽ 1928 ജൂലൈ 3 കൈപ്പുഴയിൽ സ്ഥാപിതമായ സെന്റ് ജോസഫ് കോൺഗ്രിഗേഷൻ ഇന്ന് 61 ശാഖാഭവനങ്ങളിലായി 388 സിസ്റ്റേഴ്സ് ദൈവസ്തുതി യോഗവും ദൈവകാരുണ്യ ദാസ്യവും കാര്യസ്ഥമായി സ്വീകരിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യ, ജർമ്മനി, ഇറ്റലി, സ്വിറ്റ്സർലൻഡ്, USA എന്നീ രാജ്യങ്ങളിൽ കരുണാർദ്ര ശുശ്രൂഷകൾ ചെയ്തു വരികയാണ്. സന്യാസിനിയായി വ്രതം ചെയ്തതിനു ശേഷം 1 വർഷക്കാലം വികലാംഗരെ നോക്കുന്ന കൈപ്പുഴയിലെ സഭയുടെ സ്ഥാപനത്തിൽ സിസ്റ്റർ ഡിൻഡു ശുശ്രൂഷ ചെയ്തു. തുടർന്ന് സിസ്റ്ററെ സഭാധികാരികൾ കാരിത്താസ് കോളേജ് ഓഫ് ഫാർമസിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുവാനായി നിയോഗിച്ചു. കോളേജിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഏറെ പ്രിയങ്കരിയായ യുവ സന്യാസിയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രാർത്ഥനയും പിന്തുണയും നൽകി സഭാ അധികാരികളും കൂടെയുണ്ട്. കോട്ടയം കട്ടച്ചിറ പൂണഞ്ചിറ തോമസ് ഏലിയാമ്മ ദമ്പതികളുടെ ഇളയ മകളാണ് സിസ്റ്റർ ഡിൻഡു.